മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സീമന്തിനിയാണെങ്കിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് മേഘനാഥനോട് പറയുന്നുണ്ട്, കണ്ണൻ തന്നിരുന്ന കൃത്യമായിട്ടുള്ള പൈസ കൊണ്ടായിരുന്നു ഇത്രയും കാലം ജീവിച്ചു പോയിരുന്നത്. അതിനിപ്പോൾ നിലയ്ക്കും ഉറപ്പായിട്ടും ഇല്ലാതെയാക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ എങ്ങനെ മോനെ ഇനി ജീവിച്ചു പോവുക? മാത്രമല്ല ഈ ദുർഗയും മറ്റുള്ളവരും എല്ലാവരും സത്യങ്ങൾ തിരിച്ചറിഞ്ഞു. ഇനി അവർ വിളിക്കുന്ന സമയത്ത് എങ്ങനെ ഫോൺ എടുക്കാതിരിക്കും? ഇത്രയും ദിവസം ഓരോ ഒഴിവ് കഴിവുകൾ പറഞ്ഞ് ഫോൺ എടുക്കാതിരുന്നു. എനിക്കൊന്നും അറിയുന്നില്ല. നിന്റെ അനിയത്തിയുടെ ജീവിതം, നിന്റെ ജീവിതം. തോമസ് വൈദ്യനാണെങ്കിൽ നിന്നെ ഇനി ചികിത്സിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം അയാൾ സത്യങ്ങൾ അറിഞ്ഞ സ്ഥിതിക്ക് തന്നെ നിന്നെ വിട്ടുകളയാനാണ് കൂടുതലും ചാൻസ്. ഒരു കാര്യം ചെയ്യാം മോനെ, അമ്മ ഭക്ഷണത്തിൽ വിഷം കലർത്തി നിനക്കും നിന്റെ അനിയത്തിക്കും പിന്നെ അമ്മയും കഴിച്ച് അങ്ങ് മരിക്കാം. അതായിരിക്കും നല്ലത്. ഇതൊന്നും കണ്ടും കേട്ടും ജീവിക്കണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് സീമന്തിനിയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് ഓടിപ്പോകുന്നു. ഈ സമയം മേഘനാഥനാണെങ്കിൽ പൊട്ടിക്കരയുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശിയാണെങ്കിൽ ഓരോന്നാലോചിച്ചിരിക്കുമ്പോൾ അവിടേക്ക് മോഹിനി കയറി വരികയാണ്. മോഹിനി മോളെ എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശി മോഹിനിയുടെ അടുത്തേക്ക് ഓടിച്ചെല്ലുകയാണ്. അറിഞ്ഞോളി മോളെ, നിന്റെ ഭർത്താവ് പ്രതാപനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. ആ കൊണ്ടുപോട്ടെ, അയാൾ ചെയ്ത് തെറ്റ് തന്നെയല്ലേ കൊണ്ടുപോയത്. അയ്യോ കൊണ്ടുപോയിക്കോട്ടെ, അതൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ നമ്മുടെ മോള്, നമ്മുടെ കരുണമ്മളുടെ ജീവിതം അവളെ എങ്ങനെയെങ്കിലും കമലേശ്വരത്തിലേക്ക് തിരിച്ച് വിട്ടയക്കണടി മോളെ. അല്ലെങ്കിൽ ആകെ പ്രശ്നം, നമ്മുടെ മോളുടെ ജീവിതം ആകെ കുഴപ്പത്തിലാകും. ഞാൻ നിന്റെ കാല് പിടിക്കാം. നീ എത്രയും പെട്ടെന്ന് ആ കണ്ണനോട് സംസാരിച്ച് ഒന്ന് കാര്യങ്ങളൊക്കെ ഒരു തീരുമാനത്തിലേക്ക് എത്തിക്ക്. നീ അവളുടെ അമ്മയല്ലേ, അച്ഛനല്ലേ ഇപ്പൊ ജയിലിലേക്ക് പോയിട്ടുള്ളൂ. അമ്മയായിട്ടുള്ള നീ ഉള്ളപ്പോ പിന്നെ നമ്മുടെ മോളെ ഇങ്ങനെ നടുവഴിയിലാക്കരുതെന്നൊക്കെ പറയുകയാണ്. അമ്മേ, ഈ കാര്യത്തിൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. കണ്ണൻ ഞാൻ പറഞ്ഞ കേൾക്കുമെന്ന് തോന്നുന്നില്ല. കാരണം കണ്ണൻ്റെ അച്ഛനെയാണ് കൊന്നിരിക്കുന്നത്. അപ്പം പിന്നെ അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ കണ്ണൻ വീട്ടിൽ കയറ്റുമെന്ന്? അയ്യോ, നീ കണ്ണനോട് സംസാരിക്കണ്ടേ, ആ മഹാലക്ഷ്മിയോട് സംസാരിച്ചാൽ മതിയെന്നേ. ഈ സമയം അവിടേക്ക് കരുണ വരുന്നുണ്ട്. മുത്തശ്ശി, എന്തിനാ ഇവരുടെ കാല് പിടിക്കുന്നത്? ഇവർക്കേ ഒരിക്കലും ഞാനൊരു മകളാണെന്ന് തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവരൊരിക്കലും എന്നെ സ്നേഹിക്കുകയില്ല. അതുകൊണ്ട് എൻ്റെ കാര്യം പറഞ്ഞ് ഇവരുടെ കാല് പിടിക്കേണ്ട യാതൊരു ആവശ്യമില്ലെന്നൊക്കെ പറയുമ്പോൾ, എൻ്റെ പൊന്നുമോളെ നീ ഒന്നും മിണ്ടാതിരിക്കേ. മോഹിനി, നീ ആ മഹാലക്ഷ്മിയോടൊന്ന് പറഞ്ഞ് എത്രയും പെട്ടെന്ന് നമ്മുടെ മോളെ കമലക്ഷേത്രത്തിലേക്ക് തിരിച്ചു വിട്ടയക്കണമെന്നൊക്കെ പറയുമ്പോൾ കണ്ണൻ പറയുന്നത് മഹാലക്ഷ്മി കേൾക്കത്തുള്ളൂ. അതുകൊണ്ട് എനിക്കിതിലൊന്നും ചെയ്യാൻ പറ്റില്ല. അതാ ഞാൻ പറഞ്ഞത്, മഹാലക്ഷ്മി പറയുന്നതേ കണ്ണൻ ചെയ്യുള്ളൂ, കണ്ണൻ പറയുന്നതേ മഹാലക്ഷ്മി ചെയ്യുള്ളൂ. അപ്പം പിന്നെ അവർ വിചാരിച്ച എന്തെങ്കിലും നടക്കാതിരിക്കില്ലേ? ഇപ്പം മോളുടെ വയറ്റിലൊരു കുഞ്ഞുള്ളതല്ലേടി. അപ്പോൾ എൻ്റെ മോളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ടായിരുന്നല്ലോ, 8 മാസം പ്രായമായിട്ടുള്ള കുഞ്ഞ്. അവളെ സ്റ്റെപ്പിൽ മുകളിൽ നിന്ന് തള്ളിയിടുന്ന സമയത്ത് ഇതൊന്നും ഓർത്തില്ല. അതുകൊണ്ടാണല്ലോ ക്ഷമിച്ചിരുന്ന കണ്ണന് ദേഷ്യം വന്ന് ഇപ്പോൾ പ്രതാപൻ എന്ന് പറയുന്ന ഇവളുടെ അച്ഛൻ ജയിലിൽ കിടക്കുന്നത്. എല്ലാം നിങ്ങളായിട്ട് വരുത്തി വെച്ചതാണ്. പിന്നെ ഇവളുടെ കാര്യം പറഞ്ഞ് ഞാൻ ഒരിക്കലും അവരുടെ മുന്നിൽ ചെല്ലാൻ പോകുന്നില്ല. കരുണ പറയുന്നുണ്ട്, അല്ലെങ്കിലും അമ്മ എപ്പോഴാ എന്നെ സ്വന്തം മകളായിട്ട് കണ്ടിരിക്കുന്നത്? അമ്മയ്ക്ക് എപ്പോഴും ചായ്വ് അവരോട് മാത്രമാണല്ലോ. പിന്നെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? നിന്റെ അച്ഛൻ പണ്ടെങ്ങാണ്ട് കൊട്ടേഷൻ വാങ്ങി ഒരു ക്രൂരത ചെയ്തിരിക്കുന്നു. അതുമാത്രമല്ല, നിങ്ങളെല്ലാവരും തുടരെ തുടരെ ക്രൂരതകൾ മാത്രമാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ കൂടെ നിൽക്കണമായിരുന്നോ? എൻ്റെ പൊന്നു മോഹിനി, അങ്ങനെ അവൻ ചെയ്തതുകൊണ്ടാണല്ലോ നമുക്കിപ്പോൾ ഇത്ര സമ്പന്നതയോടുകൂടി ജീവിക്കാൻ കഴിഞ്ഞത്. പിന്നെ ഇതിനേക്കാൾ നല്ല ഭിക്ഷയ്ക്ക് പോകുന്നതായിരുന്നു. ഒരാളുടെ ജീവിതം ഇല്ലാതാക്കിയിട്ടും ജീവൻ എടുത്തിട്ടല്ല കുടുംബത്തെ നോക്കേണ്ടത് എന്നൊക്കെ മോഹിനി തിരിച്ചടിക്കുകയാണ്. മുത്തശ്ശി ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ? ഇവരുടെ കാല് പിടിക്കണം. അങ്ങനെ മോളെ നീ ഒന്നും മിണ്ടാതിരിക്കേ, ഞാനൊന്ന് പറയട്ടെ. അങ്ങനെ മോഹിനി മോളെ അവിടെ ഇട്ട് ദ്രോഹിച്ചത് കൊണ്ടാണല്ലോ മോൾ ഇങ്ങനെ ഒരു കടുകൈ ചെയ്തത്. ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്ത് ദ്രോഹിച്ചെന്നാ പറയുന്നത്? അടുക്കളപ്പണി ചെയ്യിപ്പിച്ചതും അതുപോലെ വീട്ടുജോലികളൊക്കെ ചെയ്യിപ്പിച്ചതാണോ? ഇവിടെ മഹാലക്ഷ്മി ഇതുപോലെ എല്ലാം ചെയ്തിരുന്നതല്ലേ? ആ സമയത്തൊന്നും കരുണ ഒരു ജോലിയും നോക്കിയിട്ടില്ല. അപ്പൊ പിന്നെ അതൊക്കെ ചെയ്യിപ്പിച്ച് ഇത്ര വലിയ തെറ്റായോ? ഇനി അതൊന്നും പറയണ്ട. നമുക്ക് നമ്മുടെ മോളെ എങ്ങനെയെങ്കിലൊക്കെ തിരിച്ചു വിട്ടയക്കണം എന്നൊക്കെ പറയുമ്പോൾ, എന്നോടൊന്നും പറഞ്ഞിട്ട് വരട്ടാ പറഞ്ഞു മോഹിനിയാണെങ്കിൽ അകത്തേക്ക് പോവുകയാണ്. അയ്യോ പോയോ? മുത്തശ്ശി എന്നോട് നിന്നേ, അവരുടെ കാല് പിടിച്ച് പോകേണ്ടത് ഞാൻ പറഞ്ഞതല്ലേ. മോളെ നീ ഇപ്പം ഇങ്ങനെയൊക്കെ പറയും, പക്ഷേ കുറച്ചുകൂടി കഴിഞ്ഞാലേ ഭർത്താവ് വേണം, കുടുംബം വേണം, കുട്ടികൾ വേണം എന്നൊക്കെ തോന്നും. അപ്പം മോൾ ഒറ്റയ്ക്കായിരിക്കും. ഞാനോ പ്രതാപനും മോൾക്കൊപ്പം ഉണ്ടാവില്ല. അതുകൊണ്ടേ ഇതിനെ എങ്ങനെയെങ്കിലും കമലേശ്വരത്തിൽ വിട്ടയച്ചേ മതിയാകും. ഇപ്പോൾ നീ ഇവിടെ ഇങ്ങനെ കിട്ടുതാലി അറുത്ത് വന്ന് നിൽക്കുന്നൊന്നും ശരിയല്ല. മോഹിനി എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയാണെങ്കിൽ മോഹിനിക്ക് പുറകെ പോകുന്നു. അങ്ങനെ കരുണയാണെങ്കിൽ വേറൊരു വഴിയുമില്ലാതെ അങ്ങനെ കരഞ്ഞു നിൽക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ദുർഗയാവട്ടെ കഴിഞ്ഞുപോയ കാര്യങ്ങളെല്ലാം ഓർത്ത് പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് അവർക്ക് ഒരു കാര്യം ഓർമ്മ വരുന്നത്. വേഗം തന്നെ ഫോൺ എടുക്കുന്നുണ്ട്. എന്നിട്ട് സീമന്തിനിയെ വിളിക്കുകയാണ്. ഈ സമയം സീമന്തിനിയാണെങ്കിൽ മേഘനാഥന് മരുന്നൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സീമന്തിരി മേഘനാഥനോട് പറയുന്നുണ്ട്, മോനെ നീ എഴുന്നേറ്റാൽ മാത്രമേ നമ്മുടെ കുടുംബത്തിന് ഇനിയൊരു ആശ്വാസമുള്ളൂ. നീ ഇനി എന്തെങ്കിലും ജോലിക്ക് കയറിയാലേ നമുക്കിനി പട്ടിണിയില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ദൈവം എല്ലാത്തിനും അനുഗ്രഹിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്
ദുർഗയുടെ കോള് വരുന്നത്. വേഗം തന്നെ ഫോൺ നോക്കുമ്പോൾ അത് ദുർഗ. മോനെ, നിന്റെ അപ്പച്ചിയാ വിളിക്കുന്നത്. ഇത്രയും ദിവസം വിളിച്ചിട്ട് എടുത്തില്ല. എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ട് തന്നെയാണ് അവള് വിളിക്കുന്നത്. എന്തായാലും എടുത്തേക്കാം, വരുന്നത് വരട്ടെ. അങ്ങനെ ദുർഗ ഫോൺ എടുത്തോടനെ ചോദിക്കുന്നുണ്ട്, എന്താടി ഇത്രയും ദിവസം നീ വിളിച്ചിട്ട് എടുത്തില്ല? ദുർഗയെ, ഇത് ഞാനാ, നിന്റെ ഏടത്തിയാ. എനിക്കറിയാടി, നീയും കൂടി അറിഞ്ഞിട്ടല്ലേ എന്റെ ഭർത്താവിനെ കൊന്നു കളഞ്ഞത്. നീ നിന്റെ ഭർത്താവും കൂടി ആലോചിച്ചിട്ടല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ, അയ്യോ പറയല്ലേ, അങ്ങനെയൊന്നും പറയല്ലേ, ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഇതൊക്കെ വാമേട്ടന്റെ പണിയാണ്. മിണ്ടി പോകരുത് നീ. നിന്റെ ഭർത്താവും നീയും ഒരുമിച്ച് ആലോചിച്ച് ചെയ്തത് തന്നെയാണിത്. നീയും ഇതിൽ കൂട്ടുപ്രതി തന്നെയാണ്. നീ അറിഞ്ഞില്ലേടി, നിന്റെ ഭർത്താവും ഈ പറയുന്ന പ്രതാപനും ജയിലിലേക്ക് പോയത്? അറിഞ്ഞു ദുർഗെ, എല്ലാം അറിഞ്ഞു. ഇതേ നോക്ക്, എന്റെ വാമേട്ടനെ കൊന്നു കളഞ്ഞ് എന്റെ 2 കുട്ടികൾക്ക് അച്ഛനില്ലാതെയാക്കി. കണ്ണൻ എന്ന ആ പാവത്തെ നേരെ ചികിത്സിക്കാൻ പോലും വകയില്ലാതെ ഓരോന്ന് കൊടുത്ത് മയക്കി കിടത്തി തളർത്തി കിടത്തി അവന്റെ ജീവിതം ഈ അവസ്ഥയിലാക്കി. അതുകൊണ്ടാണല്ലോടി ഇപ്പൊ നിന്റെ ഒരേ ഒരു മകൻ ആ മേഘനാഥൻ ഇങ്ങനെ മേലോട്ട് നോക്കി കിടക്കുന്നു. ആ കിടത്തം തന്നെ കിടക്കത്തുള്ളൂ, എഴുന്നേൽക്കില്ലവേ. പിന്നെ നിനക്കൊരു മോളുണ്ടല്ലോ, കൊമ്പത്തെ ബന്ധം പ്രതീക്ഷിച്ചിരിക്കല്ലേ. കടഞ്ഞിന് തിരിഞ്ഞു നോക്കില്ല. അവൾക്ക് നല്ലൊരു ബന്ധം കിട്ടത്തില്ലടി. ഇനി മാസാമാസം നിങ്ങളുടെ 2 പേരുടെ അക്കൗണ്ടിലേക്കും കണ്ണൻ അയച്ചെന്ന തുക ഉണ്ടാവില്ല. അവൻ ഇനി നിങ്ങളോട് ഒരു മനുഷ്യപ്പറ്റും കാണിക്കില്ല. സ്വാതിയെ തിരിഞ്ഞു പോലും നോക്കില്ല. ഇനി നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. നീയും നിന്റെ ഭർത്താവും എല്ലാവരും ചെയ്തു കൂട്ടിയ പാപങ്ങൾക്കെല്ലാം ഇനി ശിക്ഷ വാങ്ങാൻ പോവാൻ കാത്തിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദുർഗയാണെങ്കിൽ വെക്കടി ഫോണ് എന്ന് പറഞ്ഞ് കട്ട് ചെയ്യാണ്. ഈ സമയം സീമന്തിനെയാണെങ്കിൽ ആകെ ദേഷ്യത്തോട് കൂടിയിട്ട് മേഘനാഥന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. കണ്ടില്ലേടാ, നിന്റെ അപ്പച്ചിയെ വിളിച്ച് എല്ലാം കഴിഞ്ഞു, എല്ലാം തീർന്നു. ആ വാമദേവൻ എന്ന് പറയുന്നവനെ നമ്മുടെ ജീവിതം നശിപ്പിച്ചടാ. അവള് വിളിച്ചിട്ട് എന്താണെന്നറിയോ പറഞ്ഞത്? ഇനി ചില്ലിക്കാശ് തരില്ല എന്നും സ്വാതിയുടെ കല്യാണത്തിന് തിരിഞ്ഞു നോക്കില്ല എന്നും. എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ചു, അങ്ങേരുടെ ബാങ്ക് അക്കൗണ്ടിൽ എന്തൊക്കെയോ പൈസയുണ്ട്. അതൊക്കെ വെച്ച് കേസ് നടത്തിക്കോട്ടെ. പുറത്തിറങ്ങാതിരിക്കെ എന്താന്ന് വെച്ചാൽ ആയിക്കോട്ടെ. പക്ഷേ ഞാൻ എൻ്റെ സ്വർണത്തിന്റെ ഒരു പകുതി പോലും അല്ലെങ്കിൽ ഒരു തുള്ളി പൈസ പോലും ആൾക്ക് കൊടുക്കില്ല. ഇതൊക്കെ വെച്ച് ഞാൻ എൻ്റെ മോളുടെ കല്യാണം എങ്ങനെയൊക്കെ നടത്തും. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നീയല്ലേ, നിന്നെ കൊണ്ട് ഏതെങ്കിലും പൂരപ്പറമ്പിൽ പോയി ഞാൻ ഭിക്ഷയെടുക്കും. അപ്പോൾ എന്തെങ്കിലും കിട്ടാതിരിക്കില്ലല്ലോ. അങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചു പോകാം. എന്തായാലും ദുർഗയോട് ചെയ്തത് അത് വലിയ ക്രൂരത തന്നെയാണ്. അവളുടെ 2 കുട്ടികളുടെ അച്ഛനെയാണ് ഈ പറഞ്ഞ വാമദേവൻ ഇല്ലാതാക്കിയിരിക്കുന്നത്. മാത്രമല്ല 6 വർഷം മാത്രമേ തന്റെ ഭർത്താവിനോടൊപ്പം ദുർഗ ജീവിച്ചിട്ടുള്ളൂ. വളരെ ചെറുപ്പത്താണ് ഭർത്താവിനെ നഷ്ടപ്പെട്ടതും. അപ്പൊ പൂങ്കണ്ണീരൊഴുക്കി നിന്റെ അച്ഛനാണ് ഓരോന്ന് പറഞ്ഞ് അവളുടെ മനസ്സിൽ വിഷം കുത്തിവെച്ചത്. അതിന്റെയൊക്കെ പകയും ദേഷ്യവും അവൾ ഇനി കാണിക്കാതെ ഇരിക്കില്ല. എന്താന്ന് വെച്ചാ അങ്ങോട്ട് അനുഭവിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സീമന്തിനെ അവിടെ നിന്നും പോകുന്നു. ഈ സമയം മേഘനാഥനാണെങ്കിൽ അതൊന്നും അങ്ങോട്ട് സഹിക്കാൻ കഴിയുന്നില്ല. അവനാണെങ്കിൽ ഒരേ കരച്ചിൽ. അങ്ങനെ ജയിലിനകത്താണെങ്കിൽ വാമദേവനും പ്രതാപനും ദേഷ്യത്തിലാണ്. രണ്ടാളും പരസ്പരം വഴക്കിടുന്നുണ്ട്. ഇതിനിടയിൽ വാമദേവൻ പറയുകയാണ്, എടാ സാമദ്രോഹി, നീ ആ കോടതിയിൽ വെച്ച് മൊഴി മാറ്റി പറഞ്ഞിരുന്നുവെങ്കിൽ ഇവിടെങ്ങാനും വന്ന് കിടക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? എനിക്കറിയാടാ വാമ, നീ അതറിയാതെ വീർപ്പ് മുട്ടിക്കൊണ്ടിരിക്കുകയാണെന്ന്. എങ്കിലേ നീ അറിഞ്ഞു. സത്യത്തിൽ ഞാനും കോടതിയിൽ വെച്ച് മൊഴി മാറ്റി പറയാൻ തന്നെയാണ് തീരുമാനിച്ചത്. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കൊലപാതകമായതുകൊണ്ട് തന്നെ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് രക്ഷപ്പെടാമായിരുന്നു. പക്ഷെ എന്റെ മോൾ കത്തിമൊഴിയിൽ നിൽക്കുമ്പോൾ ഞാൻ എങ്ങനെയാടാ മൊഴി മാറ്റി പറയുക? പ്രതാപ, നീ എന്തൊക്കെയാ പറയുന്നത്? അതെ, എന്റെ അമ്മ കോടതിയിലേക്ക് വന്നപ്പോ എന്നെ മാറ്റി നിർത്തി സംസാരിച്ചില്ലേ? ആ മാർക്കോയും ലോപ്പസും എന്റെ മോളെ കത്തിമൊഴിയിൽ വെച്ചിരിക്കുകയായിരുന്നു. മൊഴി മാറ്റി പറയുകയാണെങ്കിൽ അതോട് കൂടിയിട്ട് എന്റെ മോളുടെ ശവമായിരിക്കും ജാമ്യം കിട്ടി പുറത്തിറങ്ങുന്നത് ഞാൻ കാണാൻ പോകുന്നത്. അത് എനിക്ക് കാണണോ? അങ്ങനെ കാണാൻ വേണ്ടിയിട്ടാണോ ഞാൻ ഇത്രയും ചതിയും കൊള്ളയൊക്കെ ചെയ്ത് ഒരുപാട് സമ്പാദിച്ച് ഇങ്ങനെയൊക്കെ ആയിരിക്കുന്നത്? അങ്ങനെ അവൾ മരിച്ചിട്ട് ഞാൻ എന്തിനാടാ ജീവിക്കുന്നത്? അവൾക്ക് വേണ്ടിയിട്ടല്ലേ ഞാൻ ഇതൊക്കെ ചെയ്തതെന്നൊക്കെ ചോദിക്കുമ്പോൾ ആ മാർക്കോയായിരുന്നു ആദ്യം വകവരുത്തേണ്ടത്. അവനാണ് ആ മഹാലക്ഷ്മിയുടെയും കണ്ണന്റെയും ശക്തി. അവൻ മാത്രമല്ല ആ അയ്യപ്പ വിഗ്രഹവും. അവരെ 2 അവരുടെ ജീവിതത്തിൽ നിന്നും അകറ്റുകയാണെങ്കിൽ ഉറപ്പായിട്ടും കണ്ണന്റെയും മഹാലക്ഷ്മിയുടെയും ബലം നഷ്ടപ്പെടുകയും അവരെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതാക്കാമായിരുന്നു. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? ഇനിയിപ്പോ കോടതി നമ്മളെ റിമാൻഡ് ചെയ്ത് പുറത്തിറക്കിയാലും നമുക്കിനി അവന് നഷ്ടപരിഹാരം കൊടുക്കാനുള്ള തുക അത് നമ്മുടെ സമ്പാദ്യം പോലും തികയില്ല എന്നൊക്കെ പ്രതാപം പറയുമ്പോ ഇനിയിപ്പോ അതിന്റെ കൂടി ഒരു കുറവേ ഉള്ളൂ. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കൊലപാതകമാണ്. പലിശയുടെ പലിശയടക്കം ഒരുപാട് തുക വേണ്ടിവരും. ഇനി എന്താടാ ചെയ്യാൻ? നമ്മൾ ഉള്ളൊരു മോനാണ്, മേലോട്ട് നോക്കി കിടക്കുകയാണ്. മകളുടെ കല്യാണം ഇനി എങ്ങനെ നടക്കും? അതുപോലെ മാസാമാസം അയച്ചു തരുന്ന പൈസയൊക്കെ നിലച്ചു. അങ്ങനെ പ്രതാപം പറയുന്നുണ്ട്. അപ്പൊ എന്റെ കാര്യോ? ഇന്ന് ആ ദുർഗയും ആ ഉണ്ണിയൊക്കെ തന്നെ കോടതിയിൽ വെച്ചാണ് സത്യങ്ങൾ അറിഞ്ഞത്. അങ്ങനെയുള്ളപ്പോൾ എന്റെ മോളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവൾ ഗർഭിണിയാണ്. അവളുടെ ജീവിതം ഇല്ലാതെയായി. എല്ലാം കൊണ്ടും കഷ്ടത്തിലായി എന്ന് വേണം പറയാൻ. ഇനിയിപ്പോ മേഘനാഥൻ ഒന്ന് മെച്ചപ്പെട്ടു വരികയായിരുന്നു. അവനെ ചികിത്സിക്കാനൊക്കെ എങ്ങനെ പൈസ ഉണ്ടാക്കുമെന്നൊക്കെ പറഞ്ഞ് രണ്ടാളും പരസ്പരം അവരുടെ കാര്യങ്ങൾ പറഞ്ഞ്
അങ്ങനെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശിയാണെങ്കിൽ ദുർഗയെ കാണാനായിട്ട് കമലേശ്വരത്തിലേക്ക് എത്തുന്നുണ്ട്. ദുർഗ വാതിൽ തുറക്കുമ്പോൾ തന്നെ മുത്തശ്ശി തൊഴുതുകൊണ്ടാണ് നിൽക്കുന്നത്. നിങ്ങളെന്തിനാ ഇങ്ങോട്ട് വന്ന് അത് തൊഴുതുകൊണ്ട്? എന്താ എന്താ കാര്യമെന്നൊക്കെ ദുർഗ ചോദിക്കുമ്പോൾ, മോളെ ദുർഗ, ഞാനിപ്പോ മോളുടെ കാര്യം സംസാരിക്കാൻ വേണ്ടി വന്നതാ. ഏത് മോള്? മോളെ, നിനക്ക് അറിയാലോ അവളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ട്. മിണ്ടി പോവരുത്. ഈ വീട്ടിൽ നിന്നും എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇറങ്ങി പോണം. കണ്ണനെ നിങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടും ഇഷ്ടപ്പെടില്ല. കാരണം അവന്റെ അച്ഛന്റെ കൊലയാളിയുടെ വീടാണിത്. കൊലയാളിയുടെ അമ്മയാണ് നിങ്ങൾ. അതുകൊണ്ട് ഒരിക്കലും അവന് സഹിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ, അത് പിന്നെ മോളെ, ഇങ്ങനെയുള്ള ആങ്ങളമാരുണ്ടെങ്കിൽ എന്ത് ചെയ്യും? വാമദേവനെ കുറിച്ച് ഞാൻ ഈ പറയുന്നത്. സ്വന്തം പെങ്ങളെ കെട്ടുതാലി അറക്കുക. അപ്പൊ പിന്നെ പ്രതാപനോ? അത് ദുർഗെ, നിന്റെ ഭർത്താവെന്ന് അറിയാഞ്ഞിട്ടാണല്ലോ അവൻ കൊന്നു കളഞ്ഞത്. ഓഹോ, അങ്ങനെ എല്ലാവരെയും കൊന്നു കളയുകയാണെങ്കിൽ പലരുടെയും പ്രിയപ്പെട്ടവരായിരിക്കുമെന്നുള്ള ഓർമ്മ നിങ്ങളുടെ മോന് വേണമായിരുന്നു. എന്തായാലും ഒരു കാര്യം പറയാം, എന്റെ വിശ്വട്ടിനെ അടക്കം ചെയ്ത വീടാണിത്. ആ വീട്ടിലേക്ക് ഇനി അദ്ദേഹത്തിന്റെ കൊലയാളിയുടെ മോൾ വേണ്ട. എനിക്ക് അങ്ങനെ ഒരു മരുമകൾ വേണ്ട. അയ്യോ, അപ്പൊ കുഞ്ഞുണ്ടെങ്കിലേ അവള് കുഞ്ഞിനെ പ്രസവിക്കും. എന്നിട്ടേ ഒറ്റയ്ക്ക് അങ്ങ് നോക്കിക്കോ. അച്ഛനും മോളും കൊച്ചുമോളൊക്കെ കൂടി അങ്ങ് നോക്കിയാൽ മതി എന്നൊക്കെ പറയുമ്പോ, ദുർഗയെ അങ്ങനെ പറയല്ലേ, എനിക്ക് ഉണ്ണിമോനെ ഒന്ന് കാണണം. ഏത് ഉണ്ണിമോൻ? ആരെയും കാണുന്നില്ല. എന്റെ പോൽ നിങ്ങളെ കാണാൻ ഒരിക്കലും കൂട്ടാക്കില്ല. അവൻ ഇനി ഇങ്ങനെ ഒരു ഭാര്യ വേണ്ട. അതുകൊണ്ടേ മര്യാദയ്ക്ക് ഇറങ്ങി പോകാൻ നോക്ക്. ദുർഗെ, നിന്റെ സ്വഭാവമൊക്കെ മാറിയല്ലേ? നീ ഇപ്പോ കണ്ണനോടൊപ്പാണെന്ന് അറിഞ്ഞു. എന്തൊക്കെ പറഞ്ഞാലും കണ്ണന് മഹാലക്ഷ്മിയെ കെട്ടിച്ചു കൊടുത്തത് എന്റെ മോനല്ലേ? ആ കഥയൊന്നും നിങ്ങളോട് വിളമ്പാൻ നിൽക്കണ്ട. അതൊക്കെ എന്തിനായിരുന്നു എന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. ഗൂഢാലോചന നടത്തിയിട്ടാണല്ലോ കെട്ടിച്ചു കൊടുത്തത്. കരുണയുടെ ഒരു വേലക്കാരിയായിട്ടായിരുന്നല്ലോ മഹാലക്ഷ്മി ഇങ്ങോട്ട് വന്നത്. അതുകൊണ്ട് വിളമ്പാൻ നിൽക്കണം. അതെ, നീ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഉണ്ണിയൊന്ന് കാണണം എന്ന് പറഞ്ഞുകൊണ്ട് ഇടിച്ചു കയറാൻ നിൽക്കുമ്പോൾ, അവിടെ നിൽക്ക്, പുറത്ത് നിന്നാൽ മതി. ഞാൻ ഉണ്ണിയെ പോയി വിളിച്ചിട്ട് വരാം. അവര് നിങ്ങളെ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്ന് കാണും. അങ്ങനെ ദുർഗ പോകുന്നുണ്ട്. 150 പവൻ കൊടുത്ത് കെട്ടിച്ചു കൊടുത്തതാ എന്റെ മോളെ, നന്ദിയില്ലാത്ത കൂട്ടങ്ങൾ എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശിയാണെങ്കിൽ പുറത്ത് തന്നെ നിൽക്കുകയാണ്. അങ്ങനെ ഉണ്ണിയെ കാണാനായിട്ട് ദുർഗയാണെങ്കിൽ അകത്തേക്ക് പോകുന്നുണ്ട്. എടാ മോനെ, ആ സ്ത്രീ വന്നിട്ടുണ്ട്, ആ മുത്തശ്ശി എന്ന് പറയുന്നവൾ. ഓ, അവനെന്തിനാ ഇങ്ങോട്ട് വന്ന്? കൊച്ചുമോളും കൂടെ ഉണ്ടോ? ഇല്ലല്ല, ഒറ്റയ്ക്കാ വന്നിരിക്കുന്നത്. കരുണ അവിടെ കിടന്ന് കരയുകയാണത്രേ, ഇങ്ങോട്ട് വരാതെ. ആണോ? അല്ല മോനെ, നീ ഇപ്പോ അവരോട് സംസാരിക്കുന്നുണ്ടോ? ആ, എനിക്ക് അവരെ ഒന്ന് കാണണം. നീ എന്തിനാ മോനെ അവരെ കാണുന്നത്? നിന്റെ അച്ഛന്റെ കൊലയാളിയുടെ മകളാണ് കരുണ. അവൾ ഇനി വേണ്ടടാ നമുക്ക്. അങ്ങനെ വിട്ടാ പറ്റില്ലല്ലമ്മേ. എന്നെ മണ്ണുണ്ണിയെന്നും എന്നെ കഴിവ് കെട്ടവരെന്നൊക്കെ വിളിച്ച് കളിയാക്കിയതും ഒരുപാട് പുച്ഛിച്ചതുമല്ലേ? അവരെ എനിക്കൊന്ന് കാണേണ്ട രീതിക്ക് കാണണം. ഇത് സത്യത്തിൽ ഒരു ചാൻസ് ആണെന്ന് പറയുമ്പോ, എടാ മോനെ, നീ എന്താ ഉദ്ദേശിക്കുന്നത്? ഇതേ നോക്ക്, കണ്ണനും മഞ്ജുവിനും ഒന്നും അവളെ ഇനി ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരുന്നത് ഇഷ്ടപ്പെടില്ല. അമ്മേ, ഒന്നുമില്ലാത്തത് എനിക്ക് മാത്രമാണ്. ഈ പറയുന്ന മഞ്ജുവിനൊക്കെ തന്നെ എല്ലാം ഉണ്ട്. കണ്ണേട്ടൻ അവൾക്ക് വേണ്ടി എല്ലാം കൊടുക്കും. പക്ഷേ എനിക്ക് കിട്ടിയിരിക്കുന്ന ഈ ചാൻസ് ഞാൻ ഒരിക്കലും മിസ്സാക്കാൻ പോകുന്നില്ല. എടാ മോനെ, നീ എന്ത് ചെയ്യാൻ പോവാ? ഞാൻ എന്തായാലും മുത്തശ്ശി ഒന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും ഉണ്ണി താഴേക്ക് പോകുന്നുണ്ട്. ഈ സമയം മുത്തശ്ശിയാണെങ്കിൽ ഉണ്ണി ഇറങ്ങി വരുന്നത് കാണുന്നു. അപ്പൊ അതൊക്കെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പൊ ഉണ്ണി ഇനി എന്ത് ഡിമാൻഡാണ് വെക്കാൻ പോകുന്നത് എന്നൊന്നും അറിയില്ല. അപ്പൊ കാത്തിരിക്കാം കിടിലൻ എപ്പിസോഡ്സിനായിട്ട്. ബൈ ബൈ.